മധ്യപ്രദേശിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ കമൽ മൗലാന മോസ്ക് സരസ്വതി ദേവിയുടെ ക്ഷേത്രമായിരുന്നു എന്ന സുപ്രധാനമായ കോടതി വിധിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മുസ്ലിം മോസ്ക് നിന്നിരുന്ന സ്ഥലത്ത് തകർന്ന സരസ്വതി ക്ഷേത്രം എന്ന അതിസുപ്രധാനമായ ഹൈക്കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബോർശാല ക്ഷേത്രം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതിപുരാതനമായ ചരിത്രങ്ങളുടെ ഇഴകീറിയ കെട്ടുകൾ അടിച്ച് സത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതും ചരിത്രത്തെ ചികഞ്ഞ ഒരു പരിശോധന എടുത്തിരിക്കുന്നു കോടതി. ഇതിലിപ്പോൾ മധ്യപ്രദേശ് കോടതിയാണ് ഇതിൽ വ്യക്തമായ ഒരു നിർണായകമായ ഒരു വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബോർശാല ക്ഷേത്രമാണ് കമൽ മൗല പള്ളി സമുച്ചയം എന്ന മധ്യപ്രദേശ് കോടതി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ബോർശാല പരിസരത്ത് മുസ്ലിമുകൾക്ക് വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്താൻ അനുമതി നൽകിയത് 2003 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്തരവും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഇനി മുതൽ മുസ്ലിമുകൾക്ക് ഇവിടെ പ്രാർത്ഥന നടത്താൻ നൽകിയ അനുമതി റദ്ദാക്കിയിരിക്കുന്നു. മുസ്ലിമുകൾക്ക് ഇവിടെ ഇനി പ്രവേശനമില്ല. ബോർശാലയുടെ നടത്തിപ്പിൽ ASI നിയന്ത്രണം തുടരുമെങ്കിലും മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള യഥാർത്ഥ അവകാശം ഹിന്ദു പക്ഷത്ത് ഉറച്ചു നിൽക്കുകയാണ്. പള്ളി നിർമ്മിക്കുന്നതിനായി ജില്ലയിൽ പ്രത്യേക ഭൂമി അനുവദിക്കുന്നതിന് സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ കോടതി മുസ്ലിം സമൂഹത്തോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തർക്കം നിലനിന്ന ബോർശാലയിൽ ഒരു സംസ്കൃത പഠനം കേന്ദ്രത്തിന്റെയും സരസ്വതി ദേവിയുടെയും ക്ഷേത്രത്തിന്റെയും സൂചനകൾ ഉണ്ടെന്ന് ജസ്റ്റിസുമാരായ വിജയ് കുമാർ ശുക്ല, ജസ്റ്റിസ് അലോക് അവസ്ഥി എന്നിവരുടെ ബെഞ്ച് വിധിന്യായത്തിൽ നിരീക്ഷിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ സ്ഥലത്ത് ഹിന്ദു ആരാധനയുടെ തുടർച്ച ഒരിക്കലും ഇല്ലാതായിട്ടില്ലെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു. തർക്ക പ്രദേശത്തിന്റെ സ്വഭാവം പർമർ രാജവംശത്തിലെ രാജഭോജുമായി ബന്ധപ്പെട്ട സംസ്കൃത പഠനത്തിന്റെ കേന്ദ്രമായിരുന്നു. ബോർശാല എന്ന ചരിത്ര സാഹിത്യ സ്ഥലങ്ങൾ സ്ഥാപിക്കുന്ന കണ്ടെത്തലുകൾ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു സമൂഹം ബോർശാലയെ വാക് ദേവി, അതായത് സരസ്വതി ദേവി സമർപ്പിച്ചിരിക്കുന്നതും പണ്ഡിതനായ രാജാവ് രാജാ ഭോജ് നിർമ്മിച്ചതുമായ ഒരു ക്ഷേത്രമായി കണക്കാക്കുന്നുവെന്നും അതേസമയം മുസ്ലിം വിഭാഗം നൂറ്റാണ്ടുകളായി കമൽ മൗല പള്ളിയായി ഈ സ്ഥലം പ്രവർത്തിച്ചിരുന്നുവെന്നാണ് വാദിക്കുന്നത്. എന്നാൽ ക്ഷേത്രം തകർത്തോ അല്ലെങ്കിൽ അതിനെ ആ സ്ഥലത്ത് നിന്നും അതിന്റെ മുകളിൽ നിന്നും മുസ്ലിം പള്ളി എന്നാണ് നിരീക്ഷിക്കുന്നത്. ഈ തകർന്ന ക്ഷേത്രത്തിലെ അതിപുരാതനമായ ദേവി വിഗ്രഹം ഇപ്പോൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ്. ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിലവിൽ സൂക്ഷിച്ചിരുന്ന പുരാതന സരസ്വതി ദേവിയുടെ വിഗ്രഹം തിരികെ കൊണ്ടുവരാൻ ഔപചാരിക ശ്രമങ്ങൾ നടത്താൻ കോടതി സർക്കാരിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. AD 1010 1055 ഇടയിൽ പർമ രാജവംശത്തിലെ രാജാവ് ഭോജാണ് ഈ പ്രതിമ ആദ്യം സ്ഥാപിച്ചത്. ആ സ്ഥലം ഒരു പ്രശസ്ത പഠന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നു. സംരക്ഷണത്തിന്റെ മേൽനോട്ടത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് പൂർണ്ണ മേൽനോട്ട നിയന്ത്രണം ഉണ്ടായിരിക്കും. ലണ്ടൻ മ്യൂസിയത്തിൽ നിന്ന് സരസ്വതി ദേവിയുടെ വിഗ്രഹം ബോർശാല സമുച്ചയത്തിനുള്ളിൽ സ്ഥാപിക്കാൻ ഹർജിക്കാരന്റെ കൂടുതൽ അവകാശവാദം. ഹർജിക്കാർ സർക്കാരിന് മുമ്പാകെ നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. വിഗ്രഹം തിരികെ കൊണ്ടുവരുന്നതിനുള്ള നിവേദനങ്ങൾ അവർ പരിഗണിച്ചേക്കാം എന്നാണ് ബെഞ്ച് ഇപ്പോൾ പറയുന്നത്. വ്യത്യസ്ത മതവിശ്വാസങ്ങൾ, ചരിത്രപരമായ അവകാശവാദങ്ങൾ, സങ്കീർണമായ നിയമവ്യവസ്ഥകൾ, തർക്കസ്മാരകവുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് രേഖകൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ എല്ലാ കക്ഷികളെയും കേട്ട ശേഷമായിരുന്നു കോടതി വിധി. 2003 ASI ക്രമീകരണ പ്രകാരം നിലവിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിമുകളും യഥാക്രമം പ്രാർത്ഥന തുടരുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ മുസ്ലിമുകൾക്ക് ഇവിടെ ആരാധന പറ്റില്ല. സമുച്ചയത്തിൽ ആരാധന നടത്താനുള്ള പ്രത്യേക അവകാശം നേടി ഹിന്ദുപക്ഷം ഹൈക്കോടതിയിൽ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്യുകയും ജയിക്കുകയുമായിരുന്നു. ബോർശാല ക്ഷേത്രം, കമാൽ മൗല പള്ളി സമുച്ചയത്തിന്റെ ശാസ്ത്രീയ സർവേ നടത്തൽ 2024 മാർച്ച് 11 ഹൈക്കോടതി ASIയോട് ഉത്തരവിട്ടിരുന്നു. ആ വർഷം മാർച്ച് 22 ASI സർവേ ആരംഭിച്ചിരുന്നു. കൂടാതെ 98 ദിവസത്തെ വിശദമായ സർവേക്ക് ശേഷം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ധാറിലെ പർമർ രാജാക്കന്മാരുടെ ഭരണകാലത്തെ ഒരു വലിയ ഘടന അത് പള്ളിക്ക് മുമ്പുള്ളതാണെന്നും നിലവിൽ തർക്കഘടന പുനർനിർമ്മിച്ച ക്ഷേത്ര ഘടകങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചതെന്നും ASI 2000 പേജുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രീയ സർവേയിൽ ആർക്കിയോളജിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ കണ്ടെത്തിയ നാണയങ്ങൾ, ശില്പങ്ങൾ, ലിഖിതങ്ങൾ എന്നിവ സമുച്ചയം യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രമായിരുന്നുവെന്ന് തെളിയിക്കുന്നുവെന്ന് ഹിന്ദുപക്ഷം അവകാശപ്പെടുന്നു. എന്നിരുന്നാലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ റിപ്പോർട്ട് പക്ഷപാതപരമാണെന്നും ഹിന്ദു ഹർജിക്കാരുടെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നും മുസ്ലിം വിഭാഗം കോടതിയിൽ വാദിച്ചു.